പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ-ബഖറയുടെ 23-ാമത്തെ വചനത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഖുർആനെ പ്രതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നുവെങ്കിൽ അതിലൊരു അധ്യായത്തിന് സമാനം ഒന്ന് നിർമ്മിച്ചു കൊണ്ടുവരാമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ഖുർആനിൻ്റെ ആ കാലം മുതൽ ഇതുവരെയും ആ വെല്ലുവിളി സ്വീകരിക്കാൻ ആർക്കുമേ സാധിച്ചില്ല. അറബി അറിയാത്തത് കൊണ്ടാണോ? അല്ല, ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ അറബി ധാരാളം പഠിച്ചു. നമ്മുടെ പള്ളി ദർസുകളിൽ പോലും കുട്ടികൾ അറബി ഭാഷ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അൽ-മുൻജിദ് എന്ന് പറയുന്ന അറബി തടിച്ച നിഘണ്ട് രൂപീകരിച്ചത് ഫാദർ ലൂയിസ് എന്ന് പറയുന്ന ക്രൈസ്തവ പ്രബോധകനാണ്. ഇപ്പോഴും നമ്മുടെ മക്കൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമേൽ അറബി ഭാഷ അറിയുന്ന ഇവരെ പോലെയുള്ളവർ ജീവിച്ചിട്ട് ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളി പരിശുദ്ധ ഖുർആൻ തന്നെ പിന്നെ ലളിതവൽക്കരിക്കുകയാണ്. പിന്നെ 10 അധ്യായങ്ങൾ മുന്നോട്ട് വെച്ചു, അതും സാധ്യമല്ലാതെ വന്നു. പിന്നെയാണ് ഒരു അധ്യായം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു അധ്യായം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഏകദേശം 3 ജുസ്ഉകളുള്ള അൽ-ബഖറ നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. ഒരൊറ്റ വരിയുള്ള സൂറത്തുൽ കൗസർ ഉണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇതിന് തുല്യം ഒരു സൂറത്ത് കൊണ്ടുവരാൻ ലോക ചരിത്രത്തിൽ ഒരാൾക്കും സാധിച്ചില്ല എന്നുള്ളത് എന്തൊരത്ഭുതം. ചിലരൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തു നോക്കി. ആധുനിക കാലത്തും നമ്മുടെ കൊറോണ കാലത്തൊക്കെ സൂറത്ത് കോവിഡ് ഇറങ്ങിയിരുന്നു. പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. സൂറത്ത് കോവിഡ്, കൊറോണ സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൻ്റെ അതേ രീതി ടൂണ് കോപ്പി അടിച്ചിട്ട് അൽ കോവിഡ് അങ്ങനെയാണ് തുടങ്ങുന്നത്. കൊറോണയാണേ സത്യം. ഈ കോവിഡിന്റെ അവസാനം ദാലായപ്പോൾ മൂപ്പരുണ്ടാക്കാൻ പോണ എല്ലാ വാക്യത്തിൻ്റെയും അവസാനം ദാലാക്കാൻ അൽജീരിയക്കാരനാവുന്ന യുക്തിവാദി അൽ ജീലി എന്ന് പറയുന്ന ചങ്ങാതി ശ്രമിച്ചു. അപ്പോൾ അൽ കോവിഡ്. പിന്നെ അയാൾ ഇങ്ങനെ തുടങ്ങുക വൽ ഫൈറൂസിൽ മുബീദ്, മാരകമായ വൈറസാണേ സത്യം. ദൂരമുള്ള ചൈനയിൽ നിന്നത് വന്നതിൽ അവർക്ക് വല്ലാത്തൊരത്ഭുതം. വഖാലൽ കാഫിറൂന ഹാദാ മറദുൻ നകീദ്. കാഫിരിങ്ങൾ പറയാണ് ഇതൊരു കുഴപ്പം പിടിച്ച മരണമാണ്. കല്ല, അവർ പറഞ്ഞത് ശരിയല്ല. ബൽ ഹുവൽ മൗത്തുൽ ലകീദ്, അത് ഉറപ്പിച്ച മരണമാകുന്നു. ഇങ്ങനെ ഉണ്ട് കുറേ അങ്ങോട്ട്. ഇതൊന്ന് പരിശുദ്ധ ഖുർആനിലെ ടൂൺ അങ്ങനെ കോപ്പിയെടുത്തു. അതോടുകൂടെ തന്നെ ഇതിന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാൻ പറ്റാതെയായി. അതിൻ്റെ ആശയത്തിലേക്കൊക്കെ നമ്മളൊന്ന് കടന്നു നോക്കണം. വല്ലജിബു അൻജാഅഹും മിനസ് സീനിൽ ബഈദ്, ദൂരെയുള്ള ചൈനയിൽ നിന്ന് വന്നതിൽ വല്ലാത്തൊരു അത്ഭുതം പ്രകടിപ്പിച്ചു അവർ. ചൈനക്കാർക്ക് തോതാൻ പറ്റൂല, കാരണം അവരുടെ നാടാണ് ചൈന, ദൂരെയുള്ള മറ്റൊരു നാടല്ല. നമുക്കും പറ്റൂല, നമ്മുടെ അയൽവാസി നാടാണത്. അപ്പോൾ കാലൽ കാഫിറൂന, കാഫിരിങ്ങൾ പറഞ്ഞു. ആരെ കാഫിരിങ്ങൾ? കാഫിരിങ്ങൾ മാത്രമാണോ പറഞ്ഞത് കൊറോണ ഒരു ഭയങ്കര രോഗമാണെന്നുള്ളത്? കാഫിരിങ്ങൾ മാത്രം പറഞ്ഞു, മുഅ്മിനീങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ യുക്തിവാദിക്ക് ആരാ മുഅ്മിൻ, ആരാ കാഫിർ? ആരാ മുഅ്മിൻ, ആരാ കാഫിർ? കുറച്ചുകൂടെ അപ്പുറം പോയി നോക്കൂ. ബൽ കല്ല, അവർ പറഞ്ഞത് ശരിയല്ല. പിന്നെയോ അത് മൗത്തുല്ലക്കി, ഇത് ഉറപ്പിച്ച മരണമാണെന്നാണ്. കൊറോണയുടെ തുടക്കത്തിൽ അയാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ഗ്രാഫിക്കൊക്കെ എടുത്ത് ഈ ചാനലുകളൊക്കെ ആഘോഷിക്കണ സമയത്ത് കൊറോണ പിടിച്ചോ മരിച്ചു. ചില മെഡിക്കൽ ജേണലുകൾ പോലും, ചില മെഡിക്കൽ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ പോലും കൊറോണ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നു. കൊറോണ പിടിച്ചോൻ മരിച്ചു എന്ന് തീരുമാനിച്ച് ജനങ്ങൾ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാ ഇത് രോഗമൊന്നുമല്ല, ഇതൊരു മാരകമായ രോഗം എന്ന് പറഞ്ഞുകൂടാ. പിന്നെയോ കാഫിരീങ്ങൾ പറഞ്ഞത് ശരിയല്ല, പിന്നെ അത് ഉറപ്പിച്ച മരണമാണെന്ന് ജീലി ഇറക്കണത്. സത്യം പറഞ്ഞാൽ കൊറോണ ബാധിച്ചിട്ട് 1% ആളുകൾ പോലും ഇതുവരെ മരിച്ചിട്ടില്ല. മരിച്ചോലെ തന്നെ കൊറോണ കൊണ്ടാണോ ന്യൂമോണിയ പോലത്തെ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ ശാസ്ത്രരംഗത്ത് ചർച്ച നടക്കുകയാണ്. ഇതാണ് മനുഷ്യന്മാർ ഖുർആൻ ഉണ്ടാക്കിയുള്ള ഒരവസ്ഥ. ഭയങ്കര രസകരമാണ് ഈ സൂറത്ത് മുഴുവൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ. വഅ്തിസിലു ഐദിയകും ബിസ്സാബൂനിൽ ജദീദ് എന്നൊക്കെ ഉണ്ടായില്ലൊരായത്ത്. നിങ്ങൾ പുതിയ സോപ്പ് കൊണ്ട് കൈ കഴുകണം എന്ന്. പഴയ സോപ്പായ പറ്റൂല എന്നർത്ഥം. അപ്പോൾ ഓരോ കൈ കഴുകാനും പുതിയ പുതിയ ലെക്സ് പൊട്ടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് അത് വലിച്ചെറിയണം. ഇതാണ് മനുഷ്യന്മാർ ഖുർആന്റെ മേക്കെട്ട് കയറാൻ ശ്രമിച്ചാലുണ്ടാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു? സമ്പൂർണ്ണ നിരക്ഷരരായിരുന്നു. ഒരക്ഷരം എഴുതാൻ പഠിച്ചിട്ടില്ല, ഒരക്ഷരം അവിടത്തേക്ക് നോക്കി വായിക്കാനും അറിയില്ല. പരിശുദ്ധ സൂറത്ത് അങ്കബൂത്തിന്റെ 48-ാമത് വചനം, മാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അങ്ങ് ഇതിന് മുമ്പ് ഒരു അധ്യായം, ഒരു പുസ്തകം വായിച്ചിട്ടേ ഇല്ല.
ഫലാ തഖുത്തുഹു ബിയമീനിക്, അങ്ങ് ഒരക്ഷരവും എഴുതിയിട്ടുമില്ല. ഇദല്ലർതാബൽ മുബ്തിലൂൻ, അങ്ങ് നല്ലൊരു പണ്ഡിതനും എഴുത്തുകാരനും നല്ലൊരു സാഹിത്യ വല്ലഭനൊക്കെ ആയിരുന്നെങ്കിൽ ജനങ്ങൾ അങ്ങ് കൊണ്ടുവന്ന ഖുർആനിനെ പ്രതി സംശയിക്കുമായിരുന്നു. ആ സംശയം വരാതിരിക്കാൻ നിരക്ഷരരായി അവിടുത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. എന്തൊരത്ഭുതമാണത്! ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുവോളം നിരക്ഷരനായിരുന്നു എന്ന്. അതിനുള്ള ചില ചരിത്രങ്ങളും ഹദീസുകളും പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുമുണ്ട്. മുതല്ലിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറയാണ് ഞാൻ. അത് സംബന്ധമായി സ്വതന്ത്ര കിതാബുകളുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റയുടെ 6-ാം വർഷത്തിലാണ്. പിന്നെ 3.5 വർഷത്തോളാണ് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരുന്നത്. ഏകദേശം അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം. ഹുദൈബിയ സന്ധി എഴുതുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി, അള്ളാഹിൻ്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിയിൽ നിന്ന് എന്നൊരു പ്രയോഗം നടത്തിയപ്പോൾ ശത്രുപക്ഷം മുശ്രിക്കീങ്ങൾ എതിർത്തു, ഈ റസൂലുള്ളാഹി വെട്ടിക്കളയണം എന്ന്. റസൂലുള്ളാഹി വെട്ടിക്കളയണം, അത് ഞങ്ങൾ സമ്മതിക്കൂല. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ പ്രതിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ടെന്ന് തോന്നി. അവിടുന്ന് അലിയാർ തങ്ങളോട് അത് വെട്ടിക്കളയാൻ പറഞ്ഞു. ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹാതിരേകത്താൽ വാശി പിടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹുദൈബിയ സന്ധിയുടെ പേപ്പർ വാങ്ങി. എന്നിട്ട് ചോദിച്ചു, ആ ഒരു റസൂലുള്ളാഹ് എന്നുള്ള സ്ഥലം എനിക്ക് കാണിച്ചു തരുമെന്ന്. റസൂലുള്ളാഹ് എന്നുള്ള സ്ഥലം കാണിച്ചു തരും. ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസാണ്. അലിയാർ തങ്ങൾ കാണിച്ചു കൊടുത്തു, ഇതാണ് റസൂലുള്ളാഹ് എന്നുള്ള പദം. അവിടുന്ന് അത് നീക്കിക്കളഞ്ഞു. നബി തങ്ങൾ അത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അലിയാർ തങ്ങളോട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് അവിടെ എഴുതി ചേർക്കാൻ പറഞ്ഞു. അതായത് ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹ് എന്നത് വായിക്കാൻ അവിടുത്തേക്ക് കഴിയില്ലായിരുന്നു. അത് അലങ്കാരമാണ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഹബീബായ നബി തങ്ങൾ കടന്നു വരുന്നത് ലോകത്തിന് മൊത്തം മാതൃകയായിട്ടാണ്, ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കല്ല. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത് വചനം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. റസൂലേ പറയൂ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള പ്രവാചകരാകുന്നു. എല്ലാവരിലേക്കും എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകരാകുമ്പോൾ അവിടുത്തെ അമാനുഷികതയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ എന്നുമെന്നും നിലനിൽക്കണം. എന്നുമെന്നും നിലനിൽക്കണം. അതിന് അള്ളാഹു സ്വീകരിച്ച ചില സംവിധാനങ്ങളുണ്ട്. ഏകദേശം 2 കോടിയിലധികം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമാണ്. 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമാണ്. ഏതെങ്കിലും ശക്തനായ രാജാവ് വന്ന് ഖുർആന്റെ എല്ലാ കോപ്പികളും കണ്ടുകെട്ടി ഖുർആനുള്ള എല്ലാ ആപ്പുകളും നിരോധിച്ചുവെന്നാൽ നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഹാഫിദുകൾ. ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഖുർആൻ ഗവേഷണങ്ങൾ, ദർസുകൾ, ശരീഅത്ത് കോളേജുകൾ. ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിരക്ഷരരായി വളരുന്നത്, നിധരായി നിൽക്കുന്നു. ഇത് കണ്ണൂർ ജില്ലയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. തലശ്ശേരിക്കാരനാകുന്ന വാണിദാസ് അളയാവൂരിൻ്റെ പുസ്തകം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഖുർആനിനു മുന്നിൽ വിനയാന്വിതം എന്നാണ് അദ്ദേഹം അതിന് പേര് വെച്ചത്. ഖുർആനിന് മുമ്പിൽ വിനയാന്വിതം. ആ തടിച്ച പുസ്തകത്തിൽ ഖുർആനിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിനറിയും വിധം പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് എത്ര പഠനങ്ങൾ നടന്നു ഖുർആനുമായി ബന്ധപ്പെട്ട്. ഖുർആനെ വിമർശിക്കാൻ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആധുനികരും പൗരാണികരുമാകുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്. ഫാദർ ബെഞ്ചമിൻ ഗൽദാനി നല്ല ക്രൈസ്തവ പ്രബോധകനായിരുന്നു. അബ്ദുൽ അഹദ് ദാവൂദായി പിന്നീട് അദ്ദേഹം മാറുന്നു. എന്തുകൊണ്ട്? ഖുർആൻ വിമർശിക്കാൻ പഠിച്ചു. ഖുർആനിനെ നിരോധിക്കാൻ വേണ്ടി മാത്രം ഫ്രാൻസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഒരു ചങ്ങാതി. 1ാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ തന്നെ അവർക്ക് 8 MP-മാരെ കിട്ടുകയും ചെയ്തു. അദ്ദേഹം പിന്നെയും ഖുർആൻ വിമർശിച്ചു പഠിച്ചു. ഇപ്പം പരിശുദ്ധ ഖുർആനിനു വേണ്ടി ഗ്രന്ഥം രചിച്ചു കൊണ്ടിരിക്കുന്ന, താൻ ഇതുവരെയും വിമർശിച്ച ആരോപണങ്ങളെല്ലാം കൃത്യമായി പ്രതിരോധിച്ച് ഗ്രന്ഥം രചിച്ചു കൊണ്ടിരിക്കുന്ന ലോക പ്രബോധകരെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും കാത്തിരിക്കുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ലൊരു പ്രബോധകനായി അദ്ദേഹം മാറി. എന്തായി ഖുർആൻ്റെ വശ്യത? ത്വാഹ എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നത് കേട്ടപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് അടുത്തു വരുന്നത്. അന്നു മുതൽ ഇന്നോളം എന്തേ ഖുർആനിന് ഇങ്ങനൊരു വശ്യത കിട്ടുന്നത്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരരായി വരികയും പടച്ച റബ്ബിൽ നിന്ന് കൃത്യമായി ലഭ്യമാവുകയും ചെയ്തു.
പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. സൂറത്തു ശൂറയുടെ അവസാന ഭാഗം. അങ്ങനെ നോക്കുമ്പോൾ ഹബീബായ നബിതങ്ങൾ കൊണ്ടുവന്ന ഖുർആനും അവിടുത്തെ മൊഴികളും അവിടുത്തെ സമ്മതങ്ങളും അവിടുത്തെ കൽപ്പനകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഹദീസും സാർവലൗകികമായി നിലനിൽക്കുന്നു. അത് എന്നും പ്രസക്തവുമാണ്. ഞാൻ ഈ ഹദീസ് നമ്മുടെ ഈ പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ കണ്ട ആ റഹം കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ഏത് ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കും നമ്മൾ. ഏതും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി എങ്ങനെ ജീവിക്കണം, ഒരു വിശ്വാസി ഒരു അവിശ്വാസിയുമായി എങ്ങനെ പെരുമാറണം, മനുഷ്യൻ്റെ ഏത് മേഖലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ബോധിപ്പിക്കാത്തത്? കുറേ ആളുകളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അവരുടെ ഒട്ടുമിക്ക വചനങ്ങളും നഷ്ടപ്പെടുന്നു. അവർ പറഞ്ഞതന്നെ മുഴുവനായി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാകുന്നു. ഇതിലാണ്, ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു പരിസരത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, കുറേ ടൈമായി നിങ്ങളിത് ഇവിടെ ഈ സദസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹബീബായ നബിതങ്ങൾ പരിഹാരം കാണുന്നു. ഇപ്പോൾ വൃദ്ധസദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തൊട്ടടുത്തുള്ള അൽമഖർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൊച്ചുബാവയുടെ വൃദ്ധസദനം എന്നുള്ള പുസ്തകം വായിക്കുന്നത്. അത് വായിച്ചാൽ അറിയാം എന്താണ് ഈ വൃദ്ധസദനങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഏറ്റവും കുറവ് വൃദ്ധസദനത്തിലെ മെമ്പർമാർ മുഅ്മിനീങ്ങളാണ്. ലോകത്തെ എല്ലായിടത്തും നമ്മുടെ കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കുറിച്ച് പഠിക്കാം. തവനൂരിൽ പ്രസിദ്ധമായൊരു വൃദ്ധസദനമുണ്ട്. മലപ്പുറം ജില്ലയിലാണത്. മുഅ്മിനീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം. പക്ഷെ അവിടെ പോലും തുലോം പരിമിതമാണ് മുഅ്മിനീങ്ങളുടെ എണ്ണം. അത് വപ്പയ്ക്ക് മക്കളുണ്ടായിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കില്ല. ആരാരുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മഹല്ല് കമ്മിറ്റിയോ SYS ഒക്കെ കൊണ്ടാക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് പലരുടെയും മറ്റു മതക്കാരുടെ വൃദ്ധസദനങ്ങളുടെ ആളുകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കൗതുകപ്പെടും. കേരളത്തിലെ ഒരു മതനിഷേധിയാണ് ഞങ്ങളുടെ നാട്ടുകാരൻ നിലമ്പൂരുള്ള ഈ ഗോപിനാഥ് മുതുക്കാട് എന്ന് പറയുന്ന മജീഷ്യൻ. അയാൾ പലയിടങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം സ്വിറ്റ്സർലൻഡിലേക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അത്ഭുതം തോന്നി. ഇതേ പ്രകാരം 2 സെഷനായി ആളുകൾ ഇരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവർ, ഒരു വിഭാഗം ആളുകൾ ഓട്ടിസം പിടിച്ച് മന്ദബുദ്ധികളായി, വീൽ ചെയറിൽ അഡിക്റ്റുകളായി, നടക്കാൻ വയ്യാത്ത പ്രായം കൂടിയ കുറേ ആളുകൾ. സ്വാഭാവികമായും ഈ മനുഷ്യനൊരു കൗതുകം തോന്നി. കാരണം ഇത്രമേൽ ആളുകൾ എങ്ങനെയാണ് ഈ തരായി ഒന്നിച്ച് കിട്ടുക? അദ്ദേഹം പ്രസംഗത്തിൻ്റെ സംഘാടകരോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു കൗതുകം? അവർ വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം 2 കുടുംബം ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ്. അതുകൊണ്ട് മക്കൾക്കൊരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മാതാവും പിതാവുമാകുന്ന ഓൾഡ് ഫാമിലിയെ ജനങ്ങൾ പുറന്തള്ളും. ചില ആളുകളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് വൃദ്ധസദനങ്ങളിൽ പണം കൊടുത്തവർ അഡ്മിറ്റ് ചെയ്യും. വേറെ കുറേ ആളുകൾക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ഗവൺമെൻറ് ഇത്തരം ഷെൽട്ടറുകളിൽ താമസിപ്പിക്കും. അവിടുത്തെ നടത്തിപ്പുകാർ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അവരൊന്നിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇത്രയും ആളുകളോട് ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? മാതാവും പിതാവും തിരസ്കരിക്കപ്പെടുന്ന കാലത്ത് റസൂലിൻ്റെ സന്ദേശം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് മറിച്ചപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഹദീസ് കണ്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടതും കേട്ടതുമാണ്. ഒരു സഹാബിവര്യം വന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണെന്ന് അന്വേഷിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയെ പറഞ്ഞു കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഉമ്മനെ തന്നെ പറഞ്ഞു. പിന്നെയും ചോദിച്ചു, ഉമ്മനെ തന്നെ പറഞ്ഞു. എന്താ ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം? പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി ഉമ്മ അവനെ ഗർഭം ചുമന്നു. നിരവധിയായ രോഗങ്ങൾ പിടികൂടും ഗർഭകാലത്ത്.
പൈൽസ് വരാനുള്ള സാധ്യത, അതേപ്രകാരം വെരിക്കോസിൽ വെയിൻ വരാനുള്ള സാധ്യത, പലർക്കും ഗർഭകാലത്ത് ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യത. എന്ത് കഴിച്ചാലും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പല സ്ത്രീകൾക്കും. എന്നാലോ തൻ്റെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തിനു കൂടെ ഭക്ഷണം ഇതിൽ നിന്ന് ലഭ്യമാവണം. അങ്ങനെ പലരും ഈ അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരാകും. ഇന്ത്യയിൽ 65% സ്ത്രീകൾക്ക് ആ രോഗമുണ്ടെന്നാണ് പറയുന്നത്. കണ്ണ് കുഴി പോകും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, സന്ധികളിൽ വേദന ഉണ്ടാകും, വിഷാദം പിടിക്കും, എന്തോ ആലോചിച്ചിരിക്കും. കാരണം ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാകുന്നില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി മാതാവ് അവനെ ഗർഭം ചുമന്നു. സഹാബിവരും വന്ന് ചോദിക്കുക, ഞാൻ ആരോട് ആർദ്രത കാണിക്കണം? മുത്തറസൂൽ ഒരു സംശയമില്ലാതെ ആദ്യമേ പറയുന്നു ഉമ്മനോട്, 9 മാസവും 10 ദിവസവും നിന്റെ ഗർഭം ചുമന്നത് ഈ ഉമ്മയാണ്. പിന്നെ ആരോട്? പ്രസവം എന്ന് പറയുന്ന വലിയ കടമ്പയുണ്ട്. സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 52 ഡൽ വേദനയെ സഹിക്കാൻ പറ്റൂ, അതിനപ്പുറമായി കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. പക്ഷേ പ്രസവ സമയത്ത് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ 54 ഡല്ലിലേറെ വേദന സഹിക്കുന്നു. അവർ ബോധം കെടുന്നില്ല. കാരണം ഒരു വലിയ പ്രതീക്ഷയിലാണവർ. ആ ഒരു കരച്ചിൽ കേൾക്കാൻ പ്രസവമെടുക്കുന്ന സ്ത്രീ ഈ കുഞ്ഞിനെ പിടിച്ച് അവരുടെ മാറോടൊന്ന് ചേർക്കാൻ, ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കാൻ, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന സഹിച്ചുകൊണ്ട് അവർ പ്രസവിക്കുന്നു. നിന്റെ ഉമ്മനോട് പിന്നെയും നീ ആർദ്രത കാണിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷമുണ്ട്. വിവിധങ്ങളായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിന് പാലൂട്ടണം, താരാട്ടുപാടണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിൻ്റെ വിസർജ്യം ശുദ്ധീകരിക്കണം. ഓരോ പ്രവർത്തനവും ഒന്ന് കണ്ടു തെറ്റിപ്പോയാൽ ചിലപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടേക്കും. അങ്ങനെ ഊണും ഉറക്കില്ലാതെ ഉറങ്ങിയാൽ തന്നെ കുഞ്ഞിനെ ഓർത്ത് ഞെട്ടിയുണർന്ന് ഉറങ്ങിയാൽ തന്നെ കുഞ്ഞിനെ ഓർത്ത് ഞെട്ടിയുണർന്ന് ആ ഉമ്മ 2 വർഷത്തിലേറെ സഹിക്കുന്ന അവർണ്ണനീയമായ ഒരു ത്യാഗമുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉമ്മക്ക നിന്റെ ഉമ്മയോട് തന്നെ ഈ 3 ഘട്ടവും വിശദീകരിച്ചതിന് ശേഷം ഉമ്മയ്ക്ക് ഇതിനൊക്കെ സഹായം ചെയ്യുന്ന, ഉമ്മയ്ക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഗർഭമുണ്ടാകുന്ന ഭാര്യയെ പ്രത്യേകം പ്രണയിക്കുന്ന, അവളുടെ ഓരോ ചലനവും ആസ്വദിക്കുന്ന, അവൾക്ക് മന്ത്രിച്ചൂതി കൊടുക്കുന്ന, ബുർദ ചൊല്ലിക്കൊടുക്കുന്ന വാപ്പനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു, പിന്നെ നിന്റെ വാപ്പനോട്, പിന്നെ നിന്റെ വാപ്പയോട്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് കേവലം ഒരു പ്രഖ്യാപനം നടത്തി പോയതല്ല ഹബീബായ നബി തങ്ങൾ. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള എല്ലാ രീതിയും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. മഹദിയാം ഫാത്തിമ ബീവിയും മുത്തറസൂലും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഡോക്ടർ അബ്ദുഹു യമാനിക്ക് ഒരു ഗ്രന്ഥം പോലുമുണ്ട്, ആദിഹി ഫാത്തിമത്തു സഹ്റ. ആ ഗ്രന്ഥത്തിന്റെ പേരതാ, ഇതാണ് ഫാത്തിമ എന്ന് മലയാളം. ആദിഹി ഫാത്തിമത്തു സഹ്റ, ഇതാണ് ഫാത്തിമ. എന്തായിരുന്നു ഡോക്ടർ അബ്ദുഹു യമാനി ആ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്? ഒരു മകളും ഒരു പിതാവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ കരള് കോരിത്തരിക്കുന്ന കഥ. ഫാത്തിമ ബി വരും, ഞാനാണ് വാപ്പാന്നും കരുതിയിട്ട് മലന്ന് കിടക്കുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? മോള് വരുമ്പോൾ ആദ്യം എന്നെ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അവളോട് മിണ്ടൂലാൻ തീരുമാനിക്കുന്ന ഈ ശുഷ്കിച്ച മനസ്സുകാരൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ. റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലും, ഫാത്തിമ ബിയെ പിടിക്കും, അവിടുത്തെ കയ്യിൽ മുത്തം കൊടുക്കും, തോള് പിടിച്ച് കൊണ്ടുവരും, താനിരുന്നിരുന്ന വിരിപ്പിൽ പ്രിയപ്പെട്ട മകളെ ഇരുത്തും. മകളെന്തായി ജീവിച്ചു? മുത്തറസൂലിന്റെ വാപ്പയായി ജീവിച്ചു. ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബിയെ വിളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഓമന പേര് ഉമ്മു അബീഹ എന്നാണ്. ഉമ്മു അബീഹ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് കൗതുകം തോന്നും. ഉമ്മു അബീഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഫാത്തിമ ബിയുടെ വാപ്പാന്റെ ഉമ്മയാണ് മോൾ ഫാത്തിമ എന്ന്. മുത്തറസൂലാകുന്ന വാപ്പയുടെ മകളാകുന്ന ഫാത്തിമ ബി മുത്തറസൂലിന്റെ വാപ്പയാണെന്ന്. ഖദീജ ബി മരണപ്പെട്ടതിന്റെ ടെൻഷനിൽ കഴിയുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ അരികിലേക്ക് ഫാത്തിമ വരുന്നൊരു രംഗുണ്ട് റളിയല്ലാഹു അൻഹാ. പിന്നീട് റസൂലിന്റെ ഏറ്റവും വലിയ സേവികയായി
ഏറ്റവും വലിയ ഖാദിമായി, സംരക്ഷകയായി, മുത്തറസൂലിൻ്റെ തല ചീകിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന ഉമ്മയായി, മുത്തറസൂലിൻ്റെ നിയലായി, മുത്തറസൂലിൻ്റെ സ്വപ്നമായി, മുത്തറസൂലിൻ്റെ ആത്മാവായി ഫാത്തിമ ബി ഒപ്പം നിന്നു. നമ്മുടെ ആശാൻ പോലും കവിത എഴുതി പാംസു സ്നാനം എന്നും പറഞ്ഞിട്ട്. എന്താ പാംസു സ്നാനം? പൊടിക്കുളി എന്നർത്ഥം. പാംസു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പൊടി എന്നർത്ഥം. പൊടിക്കുളി. എന്തേ കഥ? മുത്തറസൂലിനെ മണ്ണും ചെരലും കല്ലൂട്ട് തെറിഞ്ഞു ശത്രുക്കൾ. ഫാത്തിമ ബി ചെന്നു, മുത്തറസൂലിനെ പിടിച്ചുകൊണ്ടുവന്നു. തൻ്റെ പിതാവിനെ ഒരു ഉമ്മയുടെ ലാളനയോടെ മുടി ചീകിക്കൊടുത്തു. മുടി ഇഴകൾ ഇങ്ങനെ മാറ്റി മാറ്റി അതിൽ നിന്നും മണൽത്തരികൾ തൻ്റെ കുഞ്ഞിളം കൈകൊണ്ട് മാന്തിക്കളഞ്ഞു. ഇതിനെക്കുറിച്ച് ആശാൻ പാംസു സ്നാനത്തിൽ വിശദീകരിക്കുന്നത്. ഏറ്റവും നല്ല റസൂലിൻ്റെ ബോഡി ഗാർഡായി ഫാത്തിമ ബി മാറി. ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട് നിസ്കരിക്കുന്ന മുത്തുറസൂലിൻ്റെ തല അനയ്ക്കാൻ പറ്റാത്ത വിധം ശത്രുപക്ഷം ക്രൂരമായി പീഡനം നടത്തിയപ്പോൾ കള്ളു കുടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന, ബോധമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകര സ്വത്വങ്ങൾക്കിടയിലൂടെ മഹദിയാം ഫാത്തിമ ബി ഓടിച്ചെന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ നെറുകയിൽ നിന്ന് ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വലിച്ചിട്ടു. എന്നിട്ട് അവിടുത്തെ കയ്യും പിടിച്ച് അഭിമാനപൂർവം, സന്തോഷപൂർവം അവർക്കിടയിലൂടെ അവരെ ശകാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. മുത്തുറസൂലിന് വെള്ളമെടുത്തു കൊടുത്തു. അവിടുത്തെ കുളിപ്പിച്ച് വിശുദ്ധനാക്കി. ഈ ഒരു ബന്ധത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മറവ് ചെയ്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ലേ എന്ന് മുത്തുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് ശേഷം മഹദിയാം ഫാത്തിമ ബി ചോദിക്കണത്. ആ മോളെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കണം. മക്കത്ത് ജീവിച്ചിട്ടും മദീനത്ത് ജീവിച്ചിട്ടും ഒരൊറ്റ പ്രാവശ്യം മാത്രം ഹജ്ജും ഉംറയും നിർവഹിച്ചു. പോവന്നെ പെണ്ണുങ്ങൾ, മഹറമൊന്നും വേണ്ട. പൂവന്നെ മഹറമിനൊന്നും ഒരു ആവശ്യമില്ല. ഫറളായ ഹജ്ജിനും ഉംറക്കൊക്കെ വേണമെങ്കിൽ ഒരു സംഘം സ്ത്രീകളോടൊപ്പം പോവാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ കൊല്ലം ഓരോ വള മുറിക്കുന്നു, വിൽക്കണ്, ഉംറക്ക് പോകുന്നു, മഹറമൊന്നും വേണ്ട. ഇവിടുന്ന് 10,000 കിലോമീറ്റർ ഓടിപ്പോയി ഉംറ ചെയ്യുന്നു. മക്കത്ത് ജീവിച്ചു, മദീനത്ത് ജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കണം, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ സംസ്കരണം രാത്രി മാത്രമേ നടത്താവൂ എന്ന് വസിയത്ത് ചെയ്തു. എന്തുകൊണ്ട്? 5 തുണികളിൽ കൂട്ടിപ്പൊതിഞ്ഞതാണെങ്കിലും ആ ശരീരത്തിൻ്റെ രൂപഭാവങ്ങൾ പോലും ഒരു അന്യപുരുഷൻ കാണരുതെന്ന് മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ നിഷ്ഠ പുലർത്തി. അപ്പം എങ്ങനെ കുഞ്ഞ് വേണ്ടത് എന്നല്ല, അതിനെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചു. എങ്ങനെ ഒരു പിതാവാവണം, എങ്ങനെ ഒരു മകളാവണം, മുത്തുറസൂലിൽ നിന്ന് നമുക്ക് പഠിക്കുക. ഈ പുതിയ കാലത്ത് വാപ്പയും മകനും തമ്മിലൊരു ബന്ധമില്ല. വാപ്പ ബിസിനസ്സുകാരനാണ്. അയാൾ മണിയറയിൽ കയറുന്നത് പോലും 2 ഫോണൊക്കെ ഒന്നിച്ച് വെച്ചിട്ടാണ്. എന്നിട്ട് ഒന്നിലിങ്ങനെ എന്താ വില നോക്കുമ്പോൾ ഞാൻ ഇപ്പം പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറക്കുകയാണ്, വില സെർച്ച് ചെയ്യാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമയെപ്പോലൊരു ഭാര്യ അതെല്ലാം കണ്ടിരിക്കുന്നു. മക്കൾക്ക് വാപ്പയിട്ടൊരു ബന്ധമില്ലാത്ത കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മോൻ വാപ്പൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ കിഴിയായിട്ട് വന്നല്ലോ. എന്നിട്ട് വാപ്പനോട് നിന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ വാപ്പ എണ്ണി നോക്കി 350 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, വാപ്പ ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് ചോദിച്ചില്ലേ, അതെ എന്ത്, നിങ്ങൾക്കൊരു മണിക്കൂർ ഇങ്ങനെ അധ്വാനിച്ചാൽ എത്ര പൈസ കിട്ടും? നിങ്ങളന്ന് പറഞ്ഞ ഒരു മണിക്കൂർ 350 രൂപ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ വെച്ചോളൂ, ഒരു മണിക്കൂർ എൻ്റെ ഒപ്പം ഒന്ന് ഇരിക്കുമെന്ന് ആ കുട്ടി ചോദിച്ചു. കഥയായിരിക്കും, പക്ഷെ വലിയൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാൻ വയ്യ. മോനെപ്പോഴോ വരുന്നു, പാപ്പ എപ്പോഴോ കയറി വരുന്നു. പാപ്പ ഉറങ്ങിയതിന് ശേഷം മോൻ ബാക്കിലൂടെ കയറുന്നു. അവനിൽ പലതും കാണുന്നു. ഇതൊന്നും പറ്റണില്ല, അറിയണില്ല, തെളിയണില്ല. മോളിറങ്ങിപ്പോവോളം തലശ്ശേരിയിലെ ആ വാപ്പയ്ക്ക് ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്നിട്ട് ഇവനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഏതോ ഒരു അന്യജാതിക്കാരനോടൊപ്പം പെണ്ണിറങ്ങിപ്പോകുമ്പോൾ മോളെ ഫാബി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിലൂടെ ഓടുകയാണ് അദ്ദേഹം. കാണാൻ വയ്യാത്തൊരു കാഴ്ച. വാപ്പയാണല്ലോ അദ്ദേഹം, നമ്മളൊക്കെ വാപ്പമാരാണല്ലോ. പോലീസ് പിടിച്ചു വെക്കാണ്. അങ്ങനെ വടകയ്ക്ക് വന്ന ഒരു ജീപ്പിൽ കയറിയിട്ട് ഈ പെൺകുട്ടി പോകുന്നു. ഇയാൾ വലിയ കൊട്ടാരം പണിതിട്ടുണ്ട്, നിരവധിയായി ഭൂസ്വത്തുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഏക അവകാശിയാണ്. ഈ വാപ്പനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോണത്. എന്തേ? വാപ്പയും മോളിട്ടൊരു ബന്ധമില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഇസ്ലാം പറയുന്നു.
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിയുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റണം. ചെറിയ മത്തിങ്ങനെ എടുത്തിട്ട് കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലപ്പോൾ ജുറാസിക് പാർക്കിലൊക്കെ ജീവിച്ച ഏതോ ഒരു ഡിനോസോറിൻ്റെ കുട്ടിനെ പൊരിച്ചിരിക്കാന്നായിരിക്കും. അവനിങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ മങ്കുർണി കയറി എന്ന് വാപ്പാക്കറിയണം. കാരണം ഈ മദ്യം മയക്കുമരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കണ്ണിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ വാർത്ത വായിക്കുന്നത് വിഷമദ്വ ദുരന്തം 100 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന്. പാപ്പനെ തുറപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ കണ്ട ഉമ്മയെ അവനിങ്ങനെ കൗതുകത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ കുട്ടി പഴച്ചു തുടങ്ങിയെന്നറിയണം. ബാഗ് പരിശോധിക്കുമ്പോൾ ഐ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ കണ്ണ് ചുമക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി കുട്ടി ഇറ്റിക്കാൻ വാങ്ങിയതാണെന്ന് തിരിച്ചറിയണം. സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ഓരോന്നും അറിയണം. അതിന് കുട്ടിയോട് ബന്ധം വേണം, കൂടെ ഇരിക്കണം, സഹവസിക്കണം, സംസാരിക്കണം. ഹബീബായ റസൂൽ തങ്ങൾ എത്രമേൽ ആ വിഷയത്തിലൊക്കെ ആർദ്രത കാണിച്ചു. ഒരൊറ്റ കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മുത്തറസൂൽ കയറി ചെല്ലുന്നു. അലിയാരി തങ്ങളും ഫാത്തിമ ബീവിയും കടന്നുറങ്ങുമ്പോൾ ഉറക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ഇടയിൽ കയറി മുത്തറസൂൽ ഇരിക്കുന്നു. ഫാത്തിമ ബീവി വിശദീകരിക്കുന്നുണ്ട്, തണുപ്പത്തുനിന്ന് വന്ന എൻ്റെ വാപ്പയുടെ കാലെൻ്റെ ഈ കഴുത്ത് തട്ടിയിട്ട് എൻ്റെ കാല് തണുത്തു, എൻ്റെ ഈ കഴുത്ത് തണുത്തു എന്ന്. നമ്മളൊന്ന് ആലോചിച്ചേ, മോളും പുയാപ്പിളയും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ടിരിക്കണം അമ്മോശാക്കനെ ഒന്ന് സങ്കല്പിച്ചേ നിങ്ങൾ. പുയ്യാപ്പിള ചിലപ്പോൾ തെറ്റിപ്പോവും, പിന്നെ ഇളയച്ചൻ്റെ കല്യാണം നടക്കൂല, മൂപ്പര് ചൊടിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് വെറുതെ ഒന്ന് സങ്കല്പിച്ചേ, നിങ്ങൾ വീട്ടിലുള്ള ഒരു പുതിയാപ്പിള മകളും ഇരിക്കുന്ന ബെഡിൻ്റെ നടുവ് കയറിയിട്ട് അമ്മോശാക്ക ഇരിക്കണത്. അത്രമേൽ മകളോട് ബന്ധമായിരുന്നു, അത്രമേൽ മരുമകനോട് ബന്ധമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ വഴിപഴക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ സമ്പൂർണമായി ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടെ കാണേണ്ടതാണ് ഹദീസ്. അതിൻ്റെ പഠനങ്ങളും ലോകത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് പരിഹാരം കാണാനാകും. അതുകൊണ്ട് ലോകത്തിന് സർവ്വകാലത്തേക്കും സർവ്വലോകത്തേക്കും സർവ്വജനങ്ങളിലേക്കും പ്രായോഗികമാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ് ഹദീസുകൾ. കുറേയേറെ കാര്യങ്ങൾ അനുബന്ധമായി നമുക്ക് പറയാനുണ്ട്. അവസാനിപ്പിക്കണമല്ലോ. എൻ്റെ ട്രെയിന് വളരെയേറെ വൈകിട്ടാണ് എത്തിയത്. വഴിന്ന് തിരിച്ചു പോകണമെന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്നു. നമ്മുടെ ഷാഫി ഉസ്താദ് എൻ്റെ പഴയ സുഹൃത്താണ്. ഈജിപ്തിൽ ഞാനും അദ്ദേഹവും കണ്ടിട്ടുണ്ട്. പിന്നെയും കുറേ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഞാനും അദ്ദേഹം തമ്മിൽ 2 ദിവസം നടന്ന ചാറ്റ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ പരമാവധിക്കപ്പുറം നിർബന്ധിക്കാൻ അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ അവസാനം വന്നേ തീരുമെന്ന് എനിക്കും തോന്നിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. കുറേ വൈകിയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട കാര്യം ഉണ്ട്, പക്ഷെ എൻ്റെതല്ലാത്ത കുറ്റം അല്ലേ. 6:30 കണ്ണൂരിലെത്തേണ്ട ഞാൻ എത്തുന്നത് 8:30. ആകെ 2 മണിക്കൂറേ ലേറ്റായുള്ളൂ. അതാണ് ഇന്ത്യൻ റെയിൽവേ. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യവും വിസ്തരിക്കേണ്ട കുറേ മേഖലകൾ ഞാൻ ചാടി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ അത് വേണ്ട വിധത്തിൽ തന്നെ അടുത്തൊരു പഠനത്തിനുള്ള മാർഗമായി പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങൾ ഇതിനെ കാണണം, നമ്മുടെ ഈ വേദിയെ കാണണം, ഇവിടെ നടന്ന ഓരോ പ്രഭാഷണത്തിനെയും കാണണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ.